എറണാകുളം ജില്ലാ ശാസ്ത്ര സംഗമം പിറവം എം.എൽ.എ. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. 14 ഉപജില്ലകളിൽ നിന്നായി 222 കുട്ടികളാണ് സംഗമത്തിൽ പങ്കെടുത്തത്. സമാപന സമ്മേളനത്തിൽ പിറവം നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം ശില്പശാലയിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൈമാറി. പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജിൻസി രാജുവിന്റെ അധ്യക്ഷതയിൽ പിറവം സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ചാണ് എറണാകുളം ജില്ലാ ശാസ്ത്ര സംഗമം നടത്തിയത്. സംഗമത്തിന്റെ ഉദ്ഘാടനം പിറവം എം.എൽ.എ. അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു. നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിക്കുവാനും അറിവുകൾ പകർന്നു കൊടുക്കുവാനും ഒക്കെ കഴിയുന്ന മനോഹരമായ ഒരു വേദിയായി ഇത് പരിണമിക്കുകയാണ്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ കലോത്സവം പിറവത്ത് നടന്നത്. ഇത് വളരെ ഗംഭീരമായി അത് പൂർത്തിയായി വന്ന ഈ സന്ദർഭത്തിൽ ശാസ്ത്ര സംഗമവും ജില്ലാതലത്തിലെ ശാസ്ത്ര സംഗമവും ഇന്ന് ഈ ടൗണിൽ പിറവത്ത് നടത്തുമ്പോൾ ഏറെ സന്തോഷമുണ്ട്. ഇവിടെ മുനിസിപ്പൽ ചെയർപേഴ്സൺ ജിൻസി രാജു സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശാസ്ത്ര രംഗത്ത് വിവിധ തലങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളുണ്ട്. ആ അവസരങ്ങളൊക്കെ നന്നായി ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് ഏറ്റവും ആവശ്യമായ ഒന്നുമാണ്. ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന വിവിധ മേഖലകൾ അതൊക്കെ ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ്, വാർഡ് മെമ്പർ ജോജിമോൻ സി.ജെ, മൂവാറ്റുപുഴ DEO രമാദേവി KN, പിറവം AEO ശ്യാമളവർണ്ണൻ PG, സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഡാനിയൽ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ പി രവീന്ദ്രനാഥ് സാർ അവർകളാണ് ശാസ്ത്രരംഗം എന്നുള്ള ഒരു പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സൃഷ്ടി പോലെയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്. സാധാരണ നമ്മൾ സയൻസ് ഫെയർ നടത്താറുണ്ട്, വർക്ക് എക്സ്പീരിയൻസ് നടത്താറുണ്ട്, സോഷ്യൽ സയൻസ് ഫെയർ ഒക്കെ നടത്താറുണ്ട്. അതിലെല്ലാം കുട്ടികൾ സ്വയമായി കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്ന് അവതരിപ്പിക്കുകയാണ്. എന്നാൽ ശാസ്ത്രരംഗം എന്ന് പറയുന്നതിൽ അതിൽ സയൻസ്, സോഷ്യൽ സയൻസ്, ഗണിതം, വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന വിവിധ ശില്പശാലകളായിട്ടാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. എറണാകുളം DDE ഹണി ജെ അലക്സാണ്ടർ സ്വാഗതവും ശാസ്ത്രരംഗം എറണാകുളം ജില്ലാ കൺവീനർ MA അനിൽകുമാർ നന്ദിയും പറഞ്ഞു. 14 ഉപജില്ലകളിൽ നിന്നായി 222 കുട്ടികൾ സംഗമത്തിൽ പങ്കെടുത്തു. ശാസ്ത്രം, ഗണിതം, സോഷ്യൽ സയൻസ്, പ്രവൃത്തി പരിചയം തുടങ്ങിയ 4 മേഖലകളിൽ UP-HS വിഭാഗങ്ങൾക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സമാപന സമ്മേളനത്തിൽ പിറവം നഗരസഭ വൈസ് ചെയർമാൻ കെ.പി. സലീം വിജയികൾ ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ദേശത്തെ അനേകം തലമുറകൾക്ക് വിജ്ഞാനം പകർന്നു നൽകിയ ഈ സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ തിരുമുറ്റത്ത് ശാസ്ത്ര സംഗമം എന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥികളോടൊപ്പം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഈ വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. ശാസ്ത്രത്തെ വേണ്ട വിധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യകുലത്തിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകും. എന്നാൽ പലപ്പോഴും ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാതന്ത്ര്യത്തെ നാം അറിയാതെ പരിമിതപ്പെടുത്തുന്നു. ശാസ്ത്രം മനുഷ്യന്റെ യജമാനനാകരുത്, സേവകനാകണം. ധാർമ്മിക മൂല്യങ്ങൾ ഉറപ്പിച്ച് ഉത്തരവാദിത്വത്തോടെ ഇവ ഉപയോഗിക്കേണ്ട കടമ നമുക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, പിറവം. വിപുലമായ കളക്ഷനുകളോടെ കേരളത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറിയായ ജയ്ക്കോ ജ്വൽ ഫെബ്രുവരി 8-ാം തീയതി മുതൽ ഇടപ്പള്ളി ടോൾ ജംഗ്ഷനിൽ പ്രശസ്ത സിനിമാ താരം അഞ്ജലി നായർ ഉദ്ഘാടനം ചെയ്തു.